ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു IG വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു IG ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഇല്ല, പക്ഷേ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ആ സമയം ഇങ്ങനെ ഷൗട്ട് ചെയ്യും, വെറുതെ തടി എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യുന്ന ഒരു ദേഷ്യമുള്ള ഒരു IG ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എന്നോട് എന്തോ സംസാരിച്ചപ്പോൾ എന്നോട് എടീന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് മര്യാദയ്ക്ക് സംസാരിക്കണം, എടി പൊടി ഒന്നും എന്നെ വിളിക്കരുത്, ഞാൻ സാറിൻ്റെ വീട്ടിലായിരുന്നു അല്ലല്ലോ, ജൂനിയർ ഓഫീസറല്ലേ, എന്നാൽ നീ എന്ത് ചെയ്യൂടി എന്ന് ചാടി എണീറ്റ് നിന്ന് വിറച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യും, സാറിനെ കാണണം, എന്താ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ഈ കാര്യം ചെരിപ്പുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ACRനകത്ത് മോശമായിട്ടൊക്കെ എഴുതുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്താപത്തിലാണോ എന്നറിയില്ല. ഒരു വിഷുവിന്റെ അന്ന് ഞാൻ ഓഫീസിൽ പോയപ്പം, അന്ന് വിഷുവിന്റെ അന്നും ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അദ്ദേഹം വിളിക്കുന്നു, IG വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇതപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെന്നപ്പോൾ അദ്ദേഹം ഒരു 100 രൂപ എനിക്ക് തന്നു, ഞങ്ങൾ വിഷ്കൈ നീട്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത്, സാറ് പശ്ചാത്താപത്തിന്റെ പുറത്താണ് എനിക്ക് വിഷ്കൈ നീട്ടം തരുന്നത്. ഞാൻ ചോദിച്ചു അല്ലടി സ്നേഹം കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാർ ഇപ്പൊ എന്നെ എടീന്നൊക്കെ വിളിക്കുമ്പോ എനിക്ക് വീട്ടിലാരോ ഒരാളെ പോലെ തോന്നുന്നു. ആണ് എനിക്ക്, ഞാനിപ്പോഴും ഭയങ്കര ഇമോഷണലാണ് കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ. ഇപ്പൊ സാറിനെ പറ്റി എനിക്ക് പേര് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, ജോസഫ് തോമസ് സാറായിരുന്നു എന്നാ. കർമാനൂസ് പ്രേക്ഷകരുടെ മുന്നിൽ പലപ്പോഴും ശ്രീലേഖ IPS മൊത്തുള്ള നിരവധി സംഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ ഒക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ ഒരു റെസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല സമയത്ത്, അതുപോലെ ഇലക്ഷൻ ദിവസം, അങ്ങനെ ഒട്ടനവധി അവസരങ്ങളിലാണ് വന്നിട്ടുള്ളത്. അപ്പോഴെല്ലാം ഞാൻ ശ്രീലേഖ മാഡം, ശ്രീലേഖ IPS, അങ്ങനെ ഒരു ആ ഒരു രീതിയിൽ മാഡം സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ അതെല്ലാം ബ്രേക്ക് ചെയ്യാണ്, ഞാൻ ചേച്ചി വിളിക്കാൻ പോകുന്നത്. അതെന്നാണ് മനസ്സിൽ വിചാരിച്ചത്. എന്തായാലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര നല്ലൊരു മനസ്സിന് അടുപ്പമാണെന്ന് ഞങ്ങളുടെ ഇന്റർവ്യൂ ആണെങ്കിൽ ഒരുപാട് പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചേച്ചി എന്ന് വിളിച്ചു തുടങ്ങാം. ചേച്ചിയുടെ വിഷു അനുഭവങ്ങൾ, അതാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു 3 കാലഘട്ടം പറയാൻ സാധിക്കും. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച ഒരു കാലം, അത് കഴിഞ്ഞ് സർവീസിലിരുന്നപ്പോൾ, ഇപ്പോ ഒരു ജനപ്രതിനിധി ആകാനുള്ള മുന്നൊരുക്കത്തിലാണ് ആ അവസരം. അങ്ങനെ ഒരു 3 കാലഘട്ടത്തിലെ വിഷു ഇതിലേറ്റവും മനോഹരമായത് എന്നാണ്? കർമ്മ ന്യൂസിന് വേണ്ടി ഞാൻ പ്രത്യേകം വിഷു സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ട് വന്നിരിക്കുക കേട്ടോ, കവിത പറഞ്ഞുകൊണ്ട്. അപ്പൊ വിഷു എല്ലാവർക്കും വിഷു ആശംസകൾ ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുകയാണ്. വളരെ നല്ലൊരു വിഷു ആയിരിക്കട്ടെ ഇപ്രാവശ്യത്തെ. കുട്ടിക്കാലത്തെ വിഷു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും, ഞാൻ 2 ചേച്ചിമാര്, ഒരു അനിയൻ, എന്നെക്കാളും 10 വയസ്സിനുള്ള അനിയനാണ്. പക്ഷെ അച്ഛൻ വല്ലപ്പോഴും ഒക്കെ വീട്ടിലുണ്ടാവാറുള്ളൂ. അച്ഛൻ കോളേജ് പ്രൊഫസറായിരുന്നു. അപ്പൊ എപ്പോഴും പുറത്തൊക്കെയാണ് ജോലി ചെയ്തിരുന്നത്. എറണാകുളത്ത്, വടകര, കാസർഗോഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ദൂരെയൊക്കെയായിരുന്നു. അപ്പൊ വിഷുവിന്റെ സമയമൊക്കെ വീട്ടിൽ വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിഷുവിന്റെ സമയത്ത് വരും. പിന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പുസ്തകമായിരുന്നു. ഞങ്ങൾക്ക് ബുക്സ്, കുട്ടികൾക്ക് 3 പേർക്കും പുസ്തകങ്ങൾ വലിയ വെപ്രളമായിരുന്നു. വേറെ ഒന്നും ഇല്ലല്ലോ ആ സമയം. TV ഇല്ല, ഫോണില്ല, പെൺകുട്ടികളായതുകൊണ്ട് കളിക്കാൻ പുറത്തു വിടില്ല. അപ്പൊ പുസ്തകങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ വരുമ്പോ അച്ഛൻ ഇങ്ങനെ പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് വിഷുക്കൈ നീട്ടം തരുമ്പോൾ ഞങ്ങള് പൈക്കോ എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു പണ്ട് തിരുവനന്തപുരത്ത്. പൈക്കോയി കൊണ്ടുപോയി ബുക്സ് വാങ്ങിച്ചു തരുന്ന ഒരു നല്ല ഓർമ്മയാണ്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന വിഷുക്കൈ നീട്ടം എന്ന് പറയുന്ന ചെറിയ എമൗണ്ട് ആണെങ്കിലും അതെല്ലാം ബുക്ക് വാങ്ങിക്കാൻ ചെലവാക്കുക. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി പൈക്കോയി പോയി ഇഷ്ടമുള്ള പുസ്തകം വാങ്ങിച്ച് അങ്ങനെ വായിക്കുന്ന ആ ഒരു വിഷു എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്തെ ആ പുതിയ പുസ്തകങ്ങളുടെ ഓർമ്മകളാണ്. ആ പുസ്തകത്തിന്റെ മണം, ആ ഓർമ്മയും കടയിൽ പോകുന്നതും അതൊക്കെയാണ് കൂടുതലായിട്ട് മുഴച്ചു നിൽക്കുന്നത്. അല്ലാതെ കൈനീട്ടം എന്ന് പറയുന്നത് ചെറുതായിട്ടൊക്കെ കിട്ടും, നമ്മുടെ കോയിൻസ് ഒക്കെ അല്ലേ അന്ന് കിട്ടുന്നത്. അപ്പൊ അമ്മൂമ്മയും അപ്പൂപ്പനും ഓർമ്മയില്ല, പക്ഷെ അമ്മയുടെ അമ്മൂമ്മയുണ്ട്. പിന്നെ അമ്മയുടെ കുറച്ച് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വളരെ പണക്കാരായിട്ടുണ്ട്, കാഷ്യൂ ബിസിനസ് ഒക്കെ ഉള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വരുമ്പോ ചിലപ്പോ അങ്ങനൊക്കെ ഇങ്ങനെ വലിയ 10 രൂപ നോട്ടെന്നൊക്കെ പറഞ്ഞ വലിയ സൈസായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടിയിരുന്നത് ആ കുഞ്ഞമ്മയുടെ അടുത്തുനിന്നും അമ്മാവിന്റെ അടുത്തുനിന്നും ഒക്കെ കിട്ടുമ്പോഴാണ്. അപ്പൊ അത് കിട്ടുന്ന പൈസ എല്ലാം കൂടെ സ്വരുക്കൂട്ടി വെച്ചിരുന്ന് ബുക്ക് വാങ്ങാൻ പോകുന്ന ഒരു നല്ല ഓർമ്മ കുട്ടിക്കാലത്തേത്. പിന്നെ വിഷുവിന് നമ്മളെ തിരുവനന്തപുരം സൈഡിൽ അങ്ങനെ വലിയ സദ്യയല്ലാതെ വലിയ ഒരു സെലിബ്രേഷൻ, പടക്കം അങ്ങനൊന്നും ഇല്ലല്ലോ. പക്ഷെ കണി കാണുന്നു, കൈനീട്ട്. അപ്പൊ കണി കാണാനായിട്ട് രാവിലെ തലേന്നെ കണിയൊക്കെ അമ്മ ഒരുക്കി വെച്ചിട്ട് ഞങ്ങളെ വിളിച്ചുണർത്തി കണ്ണ് തുറക്കാതെ പോയി കാണിക്കുമായിരുന്നു. അതൊരു നല്ല ഓർമ്മയായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പുസ്തകം, അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് കയറിയ പിന്നെ വിഷു ഇല്ല, ഓണമില്ല, സംക്രാന്തി ഇല്ല, എല്ലാ സമയവും അതെ എല്ലാ സമയവും ഒരു ഓടി നടപ്പും, മറ്റുള്ളവരുടെ സെലിബ്രേഷൻ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഓഫീസിൽ വരുന്ന എന്തെങ്കിലും ഒരു ഇത്. അപ്പൊ എനിക്ക് ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പൊ എൻ്റെ ഒരു IG വളരെ
പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഐജി ഉണ്ടാവും. അദ്ദേഹം ഇപ്പൊ ഇല്ല, പക്ഷെ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ആ സമയം ഇങ്ങനെ ഷൗട്ട് ചെയ്യും, വെറുതെ തടി എന്നൊക്കെ ചോദിച്ച് ഷൗട്ട് ചെയ്യുന്ന ഒരു ദേഷ്യമുള്ള ഒരു ഐജി ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ എന്നോട് എന്തോ സംസാരിച്ചപ്പോൾ എന്നോട് എടിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് മര്യാദയ്ക്ക് സംസാരിക്കണം, എടി പൊടി നിന്നും എന്നെ വിളിക്കരുത്, ഞാൻ സാറിന്റെ വീട്ടിലെ ആയിരുന്നു അല്ലല്ലോ, ജൂനിയർ ഓഫീസർ അല്ലേ, എന്നോ നീ എന്ത് ചെയ്യും ഇവിടെ നിന്ന് ചാടി എണീറ്റ് നിന്ന് വിറച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യും, സാറിനെ കാണണം, എന്താ ചെയ്യാൻ പോകുന്നത്, എന്റെ ഈ കാര്യം ചെരിപ്പോട്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഉഗ്രം ഫൈറ്റായി. അപ്പൊ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ACRനകത്ത് മോശമായിട്ടൊക്കെ എഴുതുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്താപത്തിലാണോ എന്നറിയില്ല. ഒരു വിഷുവിന്റെ അന്ന് ഞാൻ ഓഫീസിൽ പോയപ്പം, അന്ന് വിഷുവിന്റെ അന്നും ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അദ്ദേഹം വിളിക്കുന്നു, ഐജി വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇതപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് ചെന്നപ്പോൾ അദ്ദേഹം ഒരു 100 രൂപ എനിക്ക് തന്നു, എന്ന് വിഷ്കൈ നീട്ടമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത്, സാറ് പശ്ചാത്താപത്തിന്റെ പുറത്താണ് എനിക്ക് വിഷ്കൈ നീട്ടം തരുന്നത്. ഞാൻ ചോദിച്ചു അല്ലടി സ്നേഹം കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാർ ഇപ്പൊ എന്നെ ഇടിയെന്നൊക്കെ വിളിക്കുമ്പോ എനിക്ക് വീട്ടിലാരോ ഒരാളെ പോലെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ താങ്ക് യു എന്ന് പറഞ്ഞ് ഞാനിത് വാങ്ങിച്ചു. സാർ അങ്ങനെ എല്ലാവർക്കും, സാറിന് ഭയങ്കര ചെമ്മീൻ കെട്ടൊക്കെ ഉണ്ട്, വലിയ പണക്കാരൻ, അല്ലാതെ തന്നെ റിച്ച് ആയിരുന്നു സാറ്. ജോലി എന്ന് പറയുന്ന ഒരു ജോലിയായിട്ട് ചെയ്യുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സാർ അങ്ങനെ തന്നത് ഒരു വലിയ ഹൃദ്യമായിട്ടുള്ള ആ ഒരു സമയത്തെ ഒരു നല്ല ഓർമ്മ എനിക്കുണ്ട്. അതിനുശേഷം റിട്ടയർ ചെയ്തിട്ടും സാറിന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. മോളെ മോളെ എന്നൊക്കെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സൗഹൃദം വിഷുവിന്റെ സമയമായപ്പോ അദ്ദേഹം എനിക്കൊരു വിഷ്കൈ നീട്ടം തന്നത്. അത് മാത്രമാണ്. അതെ 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 അങ്ങനെയാണ്. ആണ് എനിക്ക്, ഞാനിപ്പോഴും ഭയങ്കര ഇമോഷണലാണ് കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ. ഇപ്പൊ സാറിനെ പറ്റി എനിക്ക് പേര് പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ജോസഫ് തോമസ് സാറായിരുന്നു എറണാകുളത്ത്. ജോസഫ് തോമസ് സാറ് പിന്നീട് റിട്ടയർമെന്റിന് ശേഷം എന്നോട് ഞാൻ DIG ആയിട്ട് എറണാകുളത്തുണ്ടായിരുന്നു, പിന്നെ IG ആയിട്ട് എറണാകുളത്തുണ്ടായിരുന്നു. പ്രതി സാറിന്റെ വീട്ടിൽ പോകുമായിരുന്നു. ഇപ്പൊ സാർ എനിക്ക് വേണ്ടി പപ്പായ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് സാറ് പപ്പായ മരത്തി വലിഞ്ഞു കയറും. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പാവം.